അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഡാമൊന്നും വരാത്ത വേണ്ടിയിട്ട് തന്നെ 2500 കുളങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡാം ഉണ്ടായിട്ട് 1400 കുളങ്ങൾ മുഴുവൻ ഇല്ലണ്ടായി. ഇപ്പോൾ മിച്ചഭൂമി കുളങ്ങൾ കൊടുത്തു, അതൊന്നും നോക്കാതെയായി. ആ കുളങ്ങൾ തന്നെ സ്റ്റോറേജ് ഇവിടെ ഒരു വലിയ സിസ്റ്റം ഉണ്ടായിരുന്നതാണ്. ആ സിസ്റ്റം നമ്മൾ നോക്കാതെ തന്നെ പോയി. അതൊക്കെ ഇന്നലെ അസംബ്ലിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും രണ്ടഭിപ്രായം എന്ന നിലയിലേക്ക് ഇല്ലില്ലില്ല, എൻ്റെ അഭിപ്രായമല്ല. ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ രണ്ടും അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, രണ്ടഭിപ്രായം പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്, അതേപോലെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്താൻ അങ്ങനെ ഒരു നിർദ്ദേശം പറ്റും. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എത്തുമല്ലോ സ്വാഭാവികമായിട്ടും. മുഖ്യമന്ത്രി പറഞ്ഞ തീരുമാനത്തിലേക്ക് മിനിസ്റ്റർ അതിനോട് യോജിച്ചോ? ബോധ്യപ്പെട്ടോ? അല്ല, അതിൻ്റെ തീരുമാനം വരുന്നില്ലല്ലോ. അത് എല്ലാ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമുണ്ട്. അല്ല, അത് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും തീരുമാനിക്കുമല്ലോ. ജനാധിപത്യത്തിൽ ഒരു അഭിപ്രായമല്ലല്ലോ, ഭൂരിപക്ഷ അഭിപ്രായമല്ലേ നമുക്ക്. KSEBയുടെ ഒക്കെ പറഞ്ഞല്ലോ, അതൊക്കെ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസംബ്ലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ പക്ഷേ വ്യവസായ വകുപ്പിന് വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കൊടുത്ത പ്രോത്സാഹനം നടത്തണം എന്നാണ് വ്യവസായ വകുപ്പിൻ്റെ. ഇത് രണ്ടും കൂടി ആർക്കും കുഴപ്പമില്ലാത്ത വില ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമെടുത്തു. ഇപ്പോൾ 3 ലക്ഷത്തിന് സ്മാർട്ട് മീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു കാര്യം പറയട്ടെ, എനിക്ക് വിഷമം. ₹1 ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചതിനൊക്കെ റെഗുലേഷൻ ബോർഡാണ് തീരുമാനിച്ചത്. 10 പൈസ പകൽ കമ്മിയാക്കി, അതിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. ചർച്ചയേ ഇല്ല. അത് എത്ര ആളുകൾക്ക് ഗുണം കിട്ടി? ഇൻഡസ്ട്രീസ് 10%. വീട്ടിലല്ല പറയണേ, ഇവിടുത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് എത്ര വലിയ മെച്ചം ഉണ്ടാക്കിയത്. ചെറുകിട പകൽ രാത്രിയാകുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് മേടിക്കണം അല്ലേ? ഇപ്പോൾ ഇവിടെ ഹൈഡ്രോ പ്രോജക്റ്റ് വരുന്നു. ആരാ എതിർപ്പ്? നിങ്ങളെന്നുള്ള എതിർപ്പ്. ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആരാണ്? മീഡിയയാണ്. കുര്യാർകുറ്റി, ഇയാളുടെ അടുത്തുള്ള കുര്യാർകുറ്റി എതിർത്തത് എന്താ അറിയോ? മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഉണ്ടാകുമ്പോൾ എടുത്തതാണ്. ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി എൻ്റെ DPR ഉണ്ടാക്കി ഏകദേശമായി. അവിടെ എന്താ വെച്ചാൽ, നിങ്ങൾ ഒരാൾ ബാഗ് തൂക്കിയിട്ട് അവിടെ കുരങ്ങനെ തകരാറാണ് പറഞ്ഞാൽ നിങ്ങൾ അതന്നെ വാർത്തയാക്കും. പിറ്റേ ദിവസം ആ പദ്ധതി നിന്നു. 3000 നിങ്ങളൊന്ന് എൻ്റെ ഇത് റിപ്പോർട്ട് എഴുതാനില്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ. 3000 TMC, അതായത് 2975 TMC വെള്ളമുണ്ട്. എത്രയാണ് ഉപയോഗിക്കണം അറിയോ? ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും കുടിവെള്ളത്തിനും കൂടി 300 TMC ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി വെള്ളം പുഴുവാണ്. നാണ്യവിളകൾ തന്നെ 24 ലക്ഷം ഹെക്ടറുണ്ട്. 3 ലക്ഷം ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ. നാണ്യവിളകളൊന്നല്ലെങ്കിൽ തെങ്ങിപ്പോൾ നനയ്ക്കാതിരുന്നാൽ 40 നാളികേരം കിട്ടും, നനച്ചാൽ 100 കിട്ടും. മൈക്രോ ഇറിഗേഷനിൽ ചെയ്താൽ 150 തൊട്ട് 200 നാളികേരം കിട്ടും. അതൊന്നും നാണ്യവിളകൾ നനയ്ക്കുന്നുണ്ടാവും. ഇവിടെ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം എന്നുള്ളതല്ലാണ്ട് കൃഷിയിൽ നിൽക്കണം എന്നുള്ളൊരു താല്പര്യമില്ലല്ലോ വളരെ ആളുകൾക്ക്. അതൊക്കെ നിങ്ങൾ പറയും. അതെനിക്കറിയില്ല. അതുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടിയൊക്കെ പോകുമല്ലോ. അങ്ങനെ അല്ലേ? ഈ പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? ജനതാദൾ എന്തെങ്കിലും ഇലപ്പുള്ളിയിൽ ഫെബ്രുവരി വരുന്ന വിഷയത്തിൽ എന്തെങ്കിലും നിലപാടുണ്ടോ? മിനിസ്റ്റർ എന്ന നിലയിലല്ല, അല്ലാതെ പാർട്ടിക്ക് ഒരു ഘടകകക്ഷിയാണ്. ഞങ്ങളിത് പറഞ്ഞാൽ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണുള്ളൊരു തീരുമാനം എടുക്കുക, അല്ലാണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് തീരുമാനം എടുക്കില്ലല്ലോ. എല്ലാവർക്കും അല്ലാണ്ട് ഞങ്ങളെങ്ങനെ തീരുമാനം എടുക്കും? അതുണ്ടെങ്കിൽ ഞങ്ങൾ അഭിപ്രായം പറയില്ലേ? ജനങ്ങൾക്കൊപ്പമാണ് മന്ത്രി അല്ലേ? ജനങ്ങളുടെ കൂടെ അല്ലേ? സർക്കാരിൻ്റെ എപ്പോഴും ജനങ്ങളുടെ ഒപ്പമാണ്.